രാജു, മധ്യകാല ഇന്ത്യ എന്ന പാഠം നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ? ചെങ്കോട്ടയും ഹംപിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അറിയാമോ? അറിയാമല്ലോ രാധേ. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ രണ്ട് വലിയ രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണ് അവ. ചെങ്കോട്ട, റെഡ് ഫോർട്ട്, മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ഡൽഹിയിൽ നിർമ്മിച്ചതാണ്. ഹംപിയാവട്ടെ അതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവുമായിരുന്നു. കൊള്ളാം. അപ്പോൾ മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചതാരായിരുന്നു? ബാബറായിരുന്നു അത്. 1526-ലാണ് അദ്ദേഹം മുഗൾ ഭരണം സ്ഥാപിച്ചത്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച പ്രധാന മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് ഓർത്തുനോക്കാം. ബാബർ 1526, 1530. ഹുമയൂൺ 1530, 1540, 1555, 1556. അക്ബർ 1556, 1605. ജഹാംഗീർ 1605, 1627. ഷാജഹാൻ 1628, 1658. ഔറംഗസേബ് 1658, 1707 എന്നിവരായിരുന്നു പ്രധാനികൾ. മുഗൾ എന്ന പേര് മംഗോൾ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായതെന്ന് അറിയാമോ? ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായ തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായ ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയുമായിരുന്നു. മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കാരണമായ ഒരു വലിയ യുദ്ധമുണ്ട്. ഏതാണത്? അത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ആരെല്ലാം തമ്മിൽ? ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിലായിരുന്നു. എപ്പോൾ, എവിടെ? 1526-ൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വച്ച്. ഈ യുദ്ധത്തിലെ ബാബറുടെ വിജയമാണ് മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണം. മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും ശക്തനും മഹാനുമായി കണക്കാക്കപ്പെടുന്ന ഒരാളുണ്ടല്ലോ, അക്ബർ ചക്രവർത്തി. അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നു. അക്ബർ മതസഹിഷ്ണുതാ നയം പിന്തുടർന്നു എന്നതിന് 2 തെളിവുകൾ പറയാമോ? തീർച്ചയായും. വിവിധ മതങ്ങളിലെ പണ്ഡിതരുമായി ചർച്ച നടത്താനായി അദ്ദേഹം 1575-ൽ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ-ഇ-ലാഹി. ഇതിന്റെ പ്രധാന ആശയം സുൽഹ്-ഇ-കുൽ, എല്ലാവർക്കും സമാധാനം എന്നതായിരുന്നു. അതുപോലെ ജസിയ എന്ന മതനികുതി അദ്ദേഹം നിർത്തലാക്കി. അക്ബറിന്റെ സദസ്സിലെ പ്രമുഖർ ആരൊക്കെയായിരുന്നു? രാജാ ടോഡർമാൾ, രാജാ മാൻസിംഗ്, രാജാ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ അദ്ദേഹത്തിന്റെ രാജസദസ്സിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പ്രധാനികളാണ്. മുഗൾ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ അക്ബർ നടപ്പാക്കിയ സൈനിക സമ്പ്രദായമേതായിരുന്നു? അത് മാൻസബ്ദാരി സമ്പ്രദായം. ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും ഒരു സൈനിക വ്യൂഹത്തെ നിലനിർത്തണം. നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണമാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിച്ചത്. സൈന്യത്തെ പരിപാലിക്കാൻ മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. ഈ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് അവർ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. മുഗൾ ഭരണസൗകര്യത്തിനായി രാജ്യത്തെ പലതായി തിരിച്ചിരുന്നതെങ്ങനെയായിരുന്നു? അക്ബറിന്റെ കാലത്താണ് ഭരണഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. അതിന്റെ ഭരണപരമായ വിഭജനം ഇങ്ങനെയായിരുന്നു: രാജ്യം, സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. ചക്രവർത്തിയായിരുന്നു രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും അന്തിമന്യായാധിപനും. മുഗൾ കാലഘട്ടത്തിലെ പ്രധാന തൊഴിലെന്തായിരുന്നു? അക്കാലത്തെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. നെല്ല്, ഗോതമ്പ്, കരിമ്പ്, പരുത്തി എന്നിവയായിരുന്നു പ്രധാന കാർഷിക വിളകൾ. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അബുൽ ഫസലായിരുന്നു മുഖ്യ ചരിത്രകാരൻ. അദ്ദേഹമാണ് ഐൻ-ഇ-അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത്. മുഗളർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന് ഉദാഹരണമുണ്ടോ? തീർച്ചയായും. ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ പരിഭാഷപ്പെടുത്തിയ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതം, രസാമ ഈ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഇനി അവസാനമായി വിജയനഗര സാമ്രാജ്യം. അത് സ്ഥാപിച്ചതെന്നാണ്? 1336 സിഇയിൽ. കൃഷ്ണദേവരായർ 1509, 1529 ആയിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരി. അദ്ദേഹം യുദ്ധങ്ങളിലൂടെ വിജയനഗരം വിപുലമാക്കുകയും കാര്യക്ഷമമായി ഭരണം നടത്തുകയും ചെയ്തു. ഈ ചർച്ചാരൂപത്തിൽ പഠിച്ചപ്പോൾ എല്ലാം എളുപ്പത്തിൽ മനസ്സിലായി, അല്ലേ രാജു? തീർച്ചയായും. നമുക്ക് അടുത്ത പാഠവും ഇങ്ങനെ പഠിക്കാം.